കെ ആന്റണിയെ വിമർശിച്ച കോൺഗ്രസ് എംഎൽഎമാർക്കെതിരെ വിമർശനവുമായി രമേശ് ചെന്നിത്തല. മുത്തങ്ങ വിഷയത്തിൽ ആന്റണിക്കെതിരായ വിമർശനം പ്രതിരോധിക്കേണ്ടതായിരുന്നു. ആ സമയത്ത് താൻ നിയമസഭയിൽ ഉണ്ടായിരുന്നില്ലെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. ഞാൻ സഭയിലില്ലായിരുന്നു, ഞാനകത്തില്ലായിരുന്നു. കെ ആന്റണിയെ പോലെ നേതാവിനെ വർക്കിംഗ് കമ്മിറ്റി മെമ്പറാണ്, മൂന്ന് തവണ മുഖ്യമന്ത്രിയായ ആളാണ്. അദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അത് പ്രതിരോധിക്കേണ്ടത് തന്നെയാണ്. ഇപ്പോൾ വിവരങ്ങളുമായി മാനസ ചേരുന്നുണ്ട്. മാനസ, കെ ആന്റണിയുടെ വാർത്താ സമ്മേളനത്തിന് പിന്നാലെ ഇതിൽ അതൃപ്തി അറിയിച്ച് പല കോൺഗ്രസ് നേതാക്കളും രംഗത്തെത്തിയിരുന്നു. ഇപ്പോൾ എന്താണ് ഈ വിഷയത്തിൽ രമേശ് ചെന്നിത്തലയുടെ നിലപാട്? അതുപോലെ തന്നെ ഇത്തരത്തിൽ അല്പസമയം മുൻപാണ് കോൺഗ്രസിന്റെ എംഎൽഎ കൂടിയായ രമേശ് ചെന്നിത്തലയുടെ വാർത്താ സമ്മേളനം ഉണ്ടായിരുന്നത്. അദ്ദേഹം വാർത്താ സമ്മേളനത്തിലും സൂചിപ്പിക്കുക ഇത്തരത്തിൽ അതായത് മുഖ്യമന്ത്രി അത്തരത്തിലൊരു പ്രസംഗം നടത്തുമ്പോൾ മുതിർന്ന നേതാവായിരുന്ന കെ ആന്റണിക്കെതിരെ അത്തരത്തിലൊരു പ്രസ്താവന നടത്തുമ്പോൾ തീർച്ചയായും കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് പ്രതിരോധം സൃഷ്ടിക്കേണ്ടതായിരുന്നു എന്ന് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. എന്നാൽ അത് അവിടെ ഉണ്ടായില്ല എന്ന് തന്നെയാണ് ഈ മുൻ പ്രതിപക്ഷ നേതാവ് കൂടിയായ രമേശ് ചെന്നിത്തലയുടെ ഭാഗത്ത് നിന്നും ഉയർന്ന പ്രധാന കാര്യം എന്ന് പറയുന്നത്. അതായത് മുഖ്യമന്ത്രി സംസാരിച്ചപ്പോൾ താൻ ഒരു തവണ ഇടപെട്ടു, പ്രതിപക്ഷ നേതാവും ഇടപെട്ടിരുന്നു. പക്ഷേ ഈ ചന്ദ്രശേഖരൻ സംസാരിച്ചപ്പോൾ താൻ സഭയിൽ ഇല്ലായിരുന്നു. മാത്രമല്ല മറ്റ് നേതാക്കളൊക്കെയും ഉണ്ടായിരുന്നു. ഈ കെ ആന്റണിയെ പറ്റി പറയുമ്പോൾ അതായത് തീർച്ചയായും മുതിർന്ന ഒരു നേതാവ് കൂടിയാണ്. ആ ഒരു കാലഘട്ടത്തെ കുറിച്ച് പറയുമ്പോൾ കെ ആന്റണിക്ക് പ്രതിരോധം തീർക്കേണ്ടത് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ട ഒരു പ്രവണതയായിരുന്നു. എന്നാൽ അത് തീർച്ചയായും നിയമസഭയിൽ ഉണ്ടായിട്ടില്ല എന്ന് തന്നെ വ്യക്തമാക്കുന്ന രീതിയിലുള്ള പ്രതികരണമാണ് അല്പസമയം മുൻപ് രമേശ് ചെന്നിത്തലയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിരുന്നത്. ഏതായാലും ചില സന്ദർഭങ്ങളിൽ അതായത് ഇത്തരത്തിലുള്ള പരാമർശങ്ങളും പ്രതികരണങ്ങളും പ്രസംഗങ്ങളും നടത്തുമ്പോൾ പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് ഇടപെടൽ ഉണ്ടാകുന്നതാണ്. എന്നാൽ ആ രീതിയിലുള്ള ഒരു പ്രധാനമായുള്ള ഒരു ഇടപെടൽ ഒരു നേതാക്കളുടെയും ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല എന്നത് തീർത്തും വേദനാജനകം എന്ന് തന്നെയാണ്, അല്ലെങ്കിൽ ഖേദിക്കുന്ന ഒരു സംഭവം എന്ന് തന്നെയാണ് ഈ ഒരു പ്രതികരണത്തിലൂടെയും വ്യക്തമാകുന്നത്. കഴിഞ്ഞ ദിവസം കെ ആന്റണി തന്നെ ഇക്കാര്യം സംബന്ധിച്ച് വിശദമായ ഒരു വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തിരുന്നു. ആ വാർത്താ സമ്മേളനത്തിലും അദ്ദേഹം സൂചിപ്പിച്ചത് അതായത് തനിക്കായി സംസാരിക്കാൻ ഒരാൾ പോലും ഉണ്ടായില്ല, അല്ലെങ്കിൽ തന്റെ ഭാഗത്ത് നിന്ന് സംസാരിക്കാൻ ഒരു നേതാവ് പോലും തയ്യാറായില്ല എന്നതാണ്. തീർച്ചയായും അദ്ദേഹവും എടുത്തു പറയുന്നത് പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായ ആ മൗനത്തെയാണ്. വ്യക്തമായ കാരണങ്ങൾ അല്ലെങ്കിൽ വ്യക്തമായ ഒരു മറുപടി നൽകാൻ കഴിയാത്ത ഒരു പ്രതിപക്ഷമായി അത്തരത്തിലുള്ള ഒരു പരാജയമായി മാറി പ്രതിപക്ഷം എന്ന രീതിയിലുള്ള പ്രതികരണങ്ങളാണ് നേതാക്കളുടെ ഭാഗത്ത് നിന്നും ഇപ്പോൾ ഉയർന്നു വരുന്നത്. അക്ഷയ്, മനസ, ഈ കെ ആന്റണിയുടെ പത്രസമ്മേളനവുമായി ബന്ധപ്പെട്ട് മുത്തങ്ങ വിഷയത്തിലെ അദ്ദേഹത്തിന്റെ നിലപാടുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കോൺഗ്രസിന്റെ ഉള്ളിൽ ഭിന്നാഭിപ്രായങ്ങൾ ഉയർന്നു വരുന്നു എന്നാണ് ചെന്നിത്തലയുടെ ഈ വെളിപ്പെടുത്തലോടുകൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അല്ലേ? തീർച്ചയായും സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മുത്തങ്ങയിലെ പോലീസ് നടപടിയെ കുറിച്ച് ഉള്ള ഒരു സംഭവത്തിന് പിന്നാലെയാണ് ഇത്തരത്തിലുള്ള പ്രതികരണങ്ങളും അതോടൊപ്പം തന്നെ വാദപ്രതികരണങ്ങളൊക്കെയും തന്നെ ഉണ്ടായത്. കഴിഞ്ഞ ദിവസം അത് സംബന്ധിച്ചായിരുന്നു കെ ആന്റണിയും വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തത്. അതിൽ തന്നെ അദ്ദേഹത്തിന്റെ ഭാഗം ന്യായീകരിക്കുന്ന രീതിയിലുള്ള പ്രതികരണങ്ങളൊക്കെയും തന്നെയാണ് ഉണ്ടായത്. എന്നാൽ കെ ജാനു ഉൾപ്പെടെയുള്ള ആളുകൾ രംഗത്തെത്തിയിട്ടുണ്ട്. ഇത്തരത്തിൽ ക്ഷമ ചോദിച്ചത് കൊണ്ട് കാര്യമില്ല, മാപ്പ് ഇല്ലാത്ത കാര്യം തന്നെയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് അന്ന് ഉണ്ടായത് എന്ന് പ്രതികരിക്കുന്ന അല്ലെങ്കിൽ വ്യക്തമാക്കുന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ തന്നെ വന്നു കഴിഞ്ഞു. അതിനിടയിലാണ് ചില നേതാക്കൾ ഇത്തരത്തിലുള്ള പ്രതികരണങ്ങളുമായി അല്ലെങ്കിൽ ശരി, കെ ആന്റണി മുത്തങ്ങ സമരവുമായി ബന്ധപ്പെട്ട് നടത്തിയ വെളിപ്പെടുത്തലുകളിൽ അദ്ദേഹത്തിന് നേരെ ഉയർന്നു വന്ന വിമർശനങ്ങൾ പ്രതിരോധിക്കേണ്ടതായിരുന്നു എന്നാണ് ഇപ്പോൾ മുൻ പ്രതിപക്ഷ നേതാവ് കൂടിയായ രമേശ് ചെന്നിത്തല പറഞ്ഞിരിക്കുന്നത്. മാനസ മനോജാണ് വിവരങ്ങൾ നൽകിയത്.